അപ്പോൾ ഓവർ ദ കൗണ്ടർ എന്നുള്ളതിൽ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NSAIDs എന്ന് പറയും, വേദന സംഹാരികൾ. തലവേദന, മുട്ടുവേദന എല്ലാത്തിനും നമുക്ക് പോയി കഴിഞ്ഞാൽ വേദന സംഹാരികൾ കിട്ടും. അപ്പോൾ അതങ്ങനെ കഴിക്കാൻ പാടില്ല. സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ടാണ് സാറ് കിട്ടുന്നത്. സ്കിൻ വൈറ്റനിങ് ക്രീം ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം പറയും. ഈ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്നു, അതുണ്ടാവുന്നു, ക്രിയാറ്റിനിൻ കൂടുന്നു. ഇതിൽ നമ്മൾ എന്നിട്ട് നോക്കിയപ്പോ എന്താ വെച്ചാല് മെർക്യൂറി ആണ് ഇതിനകത്ത്. ഈ വൈറ്റൻ ചെയ്യുന്നത് മെർക്യൂറി കാരണമാണ് വൈറ്റൻ ചെയ്ത് വരുന്നത്. അപ്പോ അതിപ്പോഴും ഓൺലൈൻ കിടക്കുന്ന സാധനങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. നമസ്കാരം. ഈ വരുന്ന വ്യാഴാഴ്ച ലോക വൃക്ക ദിനാണ്, വേൾഡ് കിഡ്നി ഡേ. പയർമണി പോലെ ആകൃതിയുള്ള ഒരു കൈമുഷ്ടിയുടെ വലുപ്പമുള്ള പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ ശരീരത്തിലെ കിഡ്നി. ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അതിൻ്റെ ചികിത്സ, അതിനെങ്ങനെ തടയാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ നമ്മോടൊപ്പം ഡോക്ടർ വരദ അരവിന്ദൻ ഉണ്ട്. അവർ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജിസ്റ്റാണ്. രോഗികളോടും അവരുടെ കൂട്ടിരിപ്പുകാരോടൊക്കെ വളരെ ദയയോടെ, സ്നേഹത്തോടെ, പ്രതിബദ്ധതയോടെ, ആത്മാർത്ഥതയോടെ പെരുമാറുന്ന ഡോക്ടറെ നമുക്ക് പരിചയപ്പെടാം, അവരോട് സംസാരിക്കാം. വരൂ. ഡോക്ടറെ നമസ്കാരം. ഡോക്ടർ നമസ്കാരം. ഈ വ്യാഴാഴ്ച വേൾഡ് കിഡ്നി ഡേ ആണ്. അപ്പോൾ ഈ വേൾഡ് കിഡ്നി ഡേ ആരാണ് ആഹ്വാനം ചെയ്യുന്നത്? അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിനൊരു തീം ഉണ്ടാവുമല്ലോ, സന്ദേശവാക്യം. അത് എന്താണ്? അതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത്? അതാണ് അറിയാൻ ആഗ്രഹം. വേൾഡ് കിഡ്നി ഡേ നമ്മുടെ ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജി ആൻഡ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കിഡ്നി ഫൗണ്ടേഷൻസ്, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് വേൾഡ് കിഡ്നി ഡേ പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അത് 2006 ആദ്യമായി തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 20 കൊല്ലമായി. അത് തുടങ്ങാൻ തന്നെ കാരണം കിഡ്നി അസുഖങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ കിഡ്നി അസുഖങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിന്നെ ചികിത്സിച്ച് ശരിയാക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പൊതുജനത്തിൽ കിഡ്നി അസുഖങ്ങളെ പറ്റിയിട്ടുള്ള അവബോധം ഉണ്ടാക്കുക, ഇത് നേരത്തെ കണ്ടുപിടിക്കുക, ഇത് അവസാന ഘട്ടത്തിലേക്ക് പോവാതിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് വേൾഡ് കിഡ്നി ഡേ പറഞ്ഞിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമ്മൾ വേൾഡ് കിഡ്നി ഡേ ആഘോഷിക്കുന്നത് എല്ലാ കൊല്ലവും മാർച്ച് മാസത്തിലത്തെ രണ്ടാമത്തെ വ്യാഴാഴ്ച. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ച്, ആ ഒരു ദിവസം മാത്രമല്ല, പക്ഷെ അവിടെ തുടങ്ങുന്ന പരിപാടികൾ നമ്മൾ അത് വെച്ചിട്ട് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സന്ദേശം കൊടുക്കുക, അങ്ങനെ അവരുടെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്താതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ഇതിനൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു തീമുണ്ട്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറഞ്ഞാൽ കിഡ്നി കെയർ ഫോർ ഓൾ, പ്രൊട്ടക്ടിങ് ദ പീപ്പിൾ, കെയറിംഗ് ഫോർ ദ പ്ലാനറ്റ്. അപ്പോൾ കെയറിംഗ് ഫോർ ദ പ്ലാനറ്റ് പ്രധാനമാണ്. കെയറിംഗ് ഫോർ ദ പ്ലാനറ്റ് പ്രധാനമാണ്. അപ്പോൾ ഈ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് കയറി വരുന്ന ഒരു കൺസെപ്റ്റാണ്. അത് നമ്മളിപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വൃക്കാരോഗ്യം, ജനങ്ങളെ നമ്മൾ സംരക്ഷിക്കുക, നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നുള്ള പോലെയാണ്. അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ 2 രീതിക്കുണ്ട്. ഒന്ന്, നമ്മുടെ ഗ്ലോബൽ വാർമിംഗ്, അതായത് പ്രകൃതിയുടെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് അസുഖങ്ങൾ കൂടുന്നു, ആഗോളതാപനം. അതിൻ്റെ വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കിഡ്നി രോഗികൾ നമുക്ക് അവസാന സ്റ്റേജൊക്കെ ആകുമ്പോൾ ഡയാലിസിസ്, ഹീമോഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞാൽ ഡയാലിസിസിൻ്റെ വിവിധ തലത്തിലേക്ക് പോകും. അപ്പോൾ അതിൽ പോകുമ്പോൾ അത് കാരണം പ്രകൃതിക്ക് ഉണ്ടാകുന്ന ആഘാതം. അത് ഈ നമ്മുടെ ഡയാലിസിസ് ഏതിലാണെങ്കിലും കുറച്ചുകൂടി കൂടുതൽ ഹീമോഡയാലിസിസിൽ അതിൽ കുറച്ചുകൂടി വേസ്റ്റ് ജനറേഷനൊക്കെ കൂടുതലാണ്. അതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന കൺസ്യൂമബിൾസ്, ഇപ്പോൾ ഡയാലിസർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് കാരണം പ്രകൃതിക്ക് ഉണ്ടാകുന്ന ആഘാതം അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം, അപ്പോൾ അതിനുവേണ്ടി ഗ്രീൻ ഡയാലിസിസ്, എങ്ങനെ നമുക്ക് ഡയാലിസിസിനെ മോഡിഫൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കിഡ്നി ഡേ തീം. ഡോക്ടറെ, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ OPയിലും വാർഡിലും ഒക്കെ ഒരുപാട് രോഗികളെ കാണുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഏതൊക്കെ തരത്തിലുള്ള വൃക്കരോഗങ്ങളായിട്ടാണ് ഇവർ വരുന്നത്? എന്തൊക്കെ ലക്ഷണങ്ങളായിട്ട്, എന്തൊക്കെ അസുഖങ്ങളായിട്ടാണ് വരുന്നത്? അപ്പോൾ പൊതുവേ പറഞ്ഞു കേൾക്കുന്നുണ്ട് 10ൽ ഒരാൾ വൃക്കരോഗിയാണ് എന്ന് കേൾക്കുന്നുണ്ട്. 10% എന്നാണ് കണക്കുകൾ പറയുന്നത്. അത് ശരിയാണോ? എന്താണ് ഒരു അനുഭവം? എങ്ങനെയാണ് പറയുക?
വൃക്കരോഗം ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ 14% നമ്മൾ പ്രിവലൻസ് എന്ന് പറയും. നമ്മൾ ഇത്ര ആൾക്കാരിൽ ഈ അസുഖം എത്ര, അപ്പോൾ അതിൽ ഒരു 14 മുതൽ 16% വരെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ. എന്ന് വെച്ചാൽ തന്നെയും കുറച്ച് ഹൈ റിസ്ക് ഉണ്ട്, നമുക്ക് വൃക്കരോഗം വരാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാർ. ആ ആൾക്കാരുടെ പോപ്പുലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 60%. അപ്പോൾ ഈ ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വൃക്കരോഗം വരാൻ കൂടുതൽ സാധ്യതയുള്ളവരെന്ന് വെച്ചാൽ, ഒന്ന് പ്രമേഹ രോഗികൾ, ഒന്ന് അമിത രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, പിന്നെ അമിതവണ്ണം, പിന്നെ അതിൻ്റെ ഒപ്പം വരുന്നത് വേറെ നമുക്ക് സ്ട്രോക്ക് വന്നവർ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, കൊറോണറി ആർട്ടറി ഡിസീസ് അങ്ങനെയുള്ളവർ, പിന്നെ നമുക്ക് കുറച്ച് ജനിതകമായ വൃക്കരോഗങ്ങളുണ്ട്, കുടുംബപരമായിട്ട് കിട്ടുന്നത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് രോഗങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. അപ്പോൾ ഫുൾ ആകെയുള്ള വൃക്കരോഗികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 40% പ്രമേഹ രോഗം കാരണം വരുന്നതാണ്. അപ്പോൾ പ്രമേഹ രോഗികളിൽ നമ്മൾ എന്തായാലും നോക്കണം, എപ്പോൾ തുടക്കത്തിലേ നോക്കണം. എപ്പോൾ നോക്കണം എന്ന് വെച്ചാൽ നമുക്ക് 2 തരം പ്രമേഹ രോഗമൊക്കെ ഉണ്ട്, മെയിനായിട്ട് 2 തരം. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് പ്രായമായവർക്ക് കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയും. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡയബറ്റീസ് ഇഷ്യൂ, ഈ പ്രമേഹ രോഗം എപ്പോൾ കണ്ടുപിടിക്കുന്നോ അപ്പോൾ തന്നെ നമ്മൾ ഇവരെ കിഡ്നി, ഹാർട്ട്, കണ്ണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ക്രീൻ ചെയ്യണം, ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. കിഡ്നി, ഹാർട്ട്, ഹൃദയം, കണ്ണ്, ഇത്രയും എന്തായാലും നോക്കണം. ഈ ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് പ്രമേഹ രോഗമുണ്ട് എന്ന് കണ്ടുപിടിച്ച ആ പോയിന്റിൽ നമ്മൾ ഇത്രയും നോക്കണം. ഡോക്ടർ പറഞ്ഞല്ലോ പ്രമേഹവും പ്രഷറുമാണ് ഈ വൃക്കരോഗങ്ങളുടെ അടിസ്ഥാന കാരണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 2 ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള വൃക്കരോഗം ഉണ്ട് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? ഇപ്പോൾ ചിലർ പറയണ കേട്ടിട്ടുണ്ട് കാലിൽ നീരുണ്ടെങ്കിൽ വൃക്കരോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. അത് ശരിയാണോ? പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു നിശബ്ദ രോഗം എന്നുള്ള രീതിയിൽ ഇതിനെ പറയുന്നുണ്ട്. അതിനെന്താണ് കാരണം? അങ്ങനെ പറയുന്നുണ്ടോ? അതാണ് അറിയാം. ഈ നിശബ്ദ രോഗമാണ് നമ്മൾ കൂടുതൽ അറിയേണ്ടത്. അതെന്ന് വെച്ചാൽ നമ്മൾ മിക്കതും രോഗികൾ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് എത്തുമ്പോൾ ഇവരുടെ വൃക്കരോഗം നല്ല രീതിക്ക് അങ്ങോട്ട് കൂടിക്കാണും, മൂർച്ഛിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളോട് സാധാരണ ആൾക്കാരും പറയുന്നത് ക്രിയാറ്റിനിൻ കൂടി. ക്രിയാറ്റിനിൻ കൂടുന്നതല്ല ഒരിക്കലും ഒരു വൃക്കരോഗത്തിന്റെ തുടക്കം. ഇപ്പോൾ പ്രമേഹ രോഗികൾ നമ്മളിപ്പോൾ ഈ കാലിൽ നീര് എന്ന് പറഞ്ഞു, അത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 40% വൃക്കരോഗത്തിനും കാരണം പ്രമേഹമാണ്. അവർക്ക് സാധാരണ കാണുന്നത് കാലിൽ നീരാണ്. പക്ഷെ അതല്ല ആദ്യത്തെ അവരുടെ ബുദ്ധിമുട്ട്. അതായിരിക്കില്ല. ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മൂത്രം പതഞ്ഞു പോകുന്നുണ്ടോ. ഈ പ്രമേഹ രോഗികളിൽ മൂത്രം പതഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്നത് അത് നമുക്ക് വൃക്കയെ ബാധിച്ചിട്ടുണ്ടാകാം എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. അതിന്റെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിലാന്ന് വെച്ചാൽ നമ്മൾ ഡിറ്റർജന്റ് അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ ഒരു ഡിറ്റർജന്റ് ഉള്ള ഒരു ഇതിൽ മൂത്രം പതഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് അത് വൃക്കരോഗമാവണം എന്നില്ല. അപ്പോൾ മൂത്രം പതഞ്ഞു പോകുന്നത് 1. 2, കാലിൽ നീര് വരിക. കാലിൽ നീര് വരിക പറഞ്ഞിട്ട് എല്ലാ കാലിൽ നീര് വരുന്നതും വൃക്കരോഗം ആവണമെന്നില്ല. ഇല്ല, അത് നമുക്കിപ്പോൾ ഹാർട്ടിൻ്റെ ആണെങ്കിലും കരളിൻ്റെ ആണെങ്കിലും ഏതിലാണെങ്കിലും നമുക്ക് കാലിൽ നീര് വരാം. പക്ഷേ വൃക്കരോഗത്തിന് സാധ്യത ഉള്ളവർക്ക് കാലിൽ നീര് കാണുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, ടെസ്റ്റ് ചെയ്യണം. 3, നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ക്ഷീണം. അത് നമുക്ക് ഈ വൃക്കരോഗത്തിൻ്റെ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ രക്തക്കുറവ് വരും. ഈ രക്താണുക്കൾ കിഡ്നിയിൽ നിന്ന് ഉണ്ടാക്കുന്നു. അപ്പോൾ രക്തക്കുറവ് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ. നമുക്ക് സാധാരണ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പണിയെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുളിച്ച് വരുമ്പോഴേക്കും നമുക്ക് ക്ഷീണം വരുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും. വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ രാവിലെ നമുക്ക് എണീക്കുമ്പോൾ ഛർദി ഓക്കാനും, ഈ വിശപ്പില്ലായ്മ ഛർദി ഓക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേക്കും രോഗം നല്ല രീതിക്ക് അങ്ങോട്ട് മൂർച്ഛിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ വൃക്കയുമായി കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇതില്ല. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം തോന്നുന്നു അല്ലെങ്കിൽ വിശപ്പില്ലായ്മ എന്ന് പറഞ്ഞാല് നമ്മള് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യൂല. അത് മാത്രമാവണമെന്നില്ല. പക്ഷെ ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ മൂത്രത്തില് കല്ല് പോകുന്നു, അല്ലെങ്കിൽ മൂത്രത്തില് രക്തം പോകുന്നു, കൂടെ നമുക്ക് ഈ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നു. അപ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ അത് പിന്നെ നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നു, പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ബി പി രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് കിഡ്നിയുടെ തകരാറ് കാരണം നമുക്ക് ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് കൂടുതലും നമ്മൾ ഈ 30 വയസ്സിന് താഴെയുള്ളതിൽ നമുക്ക് രക്തസമ്മർദ്ദം കാണുന്നു, ബി പി കാണുന്നു. അപ്പം നമ്മൾ അതിനെ മരുന്ന് കഴിച്ചു മാറി.
അല്ലെങ്കിൽ നോർമലായി. പക്ഷെ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് നോർമലായത്. അതെ. അപ്പോൾ അവിടെ പറ്റുന്ന ഒരു തെറ്റ്, അത് അറിവില്ലായ്മ കാരണമാണ്. തെറ്റ് എന്താണെന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് നോർമലായത്, പക്ഷെ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു, അന്ന് കിഡ്നിയുടെ കുറച്ച് ഇപ്പോൾ ക്രിയാറ്റിനിൻ ചെറുതായി മാത്രം കൂടിയിരുന്നു, മരുന്ന് കഴിച്ചു, കൺട്രോളായി, മരുന്നും മുടങ്ങി, പിന്നെ കാണിച്ചുമില്ല. പിന്നെ അവർ ബുദ്ധിമുട്ടായി വരുന്നത് ഈ നേരത്തെ പറഞ്ഞ ക്ഷീണം കൂടുന്നു, ക്രിയാറ്റിനിൻ കൂടി, നീര് കൂടി എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. പക്ഷെ ആ വരുമ്പോഴേക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റാവുന്ന സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ അതായത് ഇപ്പോൾ നമുക്ക് BP കാണുന്നു, അത് കൂടുതലും ഈ 30 വയസ്സിന് താഴെയുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്ക് BP അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കൂടുതൽ മരുന്നുകൾ വേണ്ടി വരുന്നു. ഇപ്പോൾ ഒരു മരുന്നിൽ നിൽക്കുന്നില്ല, 3-4 മരുന്നുകൾ വേണ്ടി വരുന്നു എന്നുള്ളവരേക്ക് എന്തായാലും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഈ ലക്ഷണങ്ങളും ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ സ്ക്രീൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ആ രീതിയിൽ പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് വെച്ചാൽ ആദ്യത്തെ സ്റ്റേജുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂറിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്. യൂറിൻ ടെസ്റ്റ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ യൂറിൻ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ യൂറിൻ മൈക്രോ ആൽബുമിൻ. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താലും നമ്മുടെ മിക്ക ലാബിലും യൂറിൻ ആൽബുമിൻ ഉണ്ട്, അല്ലെങ്കിൽ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ പറഞ്ഞിട്ട്. അതാണ് ആദ്യം നോക്കുന്നത്. അതാണ് പ്രമേഹ രോഗികൾ എന്തായാലും നോക്കേണ്ടത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിയാറ്റിനിൻ നോർമലായിരിക്കും, നീര് വന്നിട്ടുണ്ടാവില്ല, പക്ഷേ യൂറിൻ മൈക്രോ ആൽബുമിൻ കൂടുതലാണ്. ആ സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിനെ ചികിത്സിച്ച് അതിനെ നോർമലാക്കി ഇത് ഇനി കൂടി പോവാതിരിക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അത് റിവേഴ്സിബിൾ ആണ്. ക്രിയാറ്റിനിൻ കൂടി കഴിഞ്ഞ സ്റ്റേജ് പിന്നെ നമുക്ക് തിരിച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ യൂറിൻ മൈക്രോ ആൽബുമിൻ, പിന്നെ യൂറിൻ റൂട്ടീൻ പറയും. ഇപ്പൊ യൂറിൻ റൂട്ടീനിൽ നമുക്ക് പസ് സെൽസ് അല്ലെങ്കിൽ രക്തത്തിന്റെ ഇത് ഉണ്ടോ അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ റേഷ്യോ, ഇതെല്ലാം നമ്മൾ ഈ യൂറിനിലത്തെ പ്രോട്ടീൻ്റെ അളവാണ് നോക്കേണ്ടത്. പിന്നെ ബ്ലഡിൽ യൂറിയ ക്രിയാറ്റിനിൻ, പിന്നെ സ്കാനിങ് ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ്, പിന്നെ രക്തഓട്ടം നോക്കാൻ വേണ്ടിയിട്ട് റീനൽ ഡോപ്ലർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കൃത്യമായി ഇന്ന കാരണം കൊണ്ട് നമുക്ക് വൃക്കരോഗം വന്നു എന്നുള്ളത് നമുക്ക് റീനൽ ബയോപ്സി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓരോ രോഗിയുടെയും ബാക്കി എല്ലാ റിസൾട്ടുകളും വെച്ചിട്ട് ആവശ്യമെങ്കിൽ നമ്മൾ റീനൽ ബയോപ്സി എടുത്ത് നോക്കിയാൽ എന്താണ് വൃക്കയിൽ സംഭവിക്കുന്നത്, ഇതിൽ നമുക്ക് എന്താണ് മരുന്നുകൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു രൂപം കിട്ടും. ഈ റീനൽ ബയോപ്സി ചെയ്യുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണോ അതോ സിമ്പിളാണോ? രോഗിക്ക് വലിയ പ്രശ്നം ഉണ്ടാവുമോ? രോഗിക്ക് വലിയ പ്രശ്നമില്ല. അത് നമ്മളവിടെ വലിയൊരു പ്രൊസീജിയർ അല്ല, വലിയ കോംപ്ലിക്കേഷൻസും ഇല്ല, സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് അത്. പക്ഷെ അത് എല്ലാവർക്കും നമ്മൾ റീനൽ ബയോപ്സി ചെയ്യുന്നില്ല. നമ്മൾ അത് ഈ ബയോപ്സി ചെയ്തിട്ട് നമുക്ക് കിഡ്നിയിൽ, അതായത് ആളുടെ ചികിത്സയിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഇതിനെ തിരിച്ച് നോർമലാക്കാൻ പറ്റുമോ, അപ്പോൾ അതിന് ഇന്ന ഇൻഡിക്കേഷൻസ് എന്നും പറഞ്ഞിട്ടുണ്ട് ആർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ പേടിക്കേണ്ട ഒരു പ്രൊസീജിയർ അല്ല. ഡോക്ടർ, ഇതിൻ്റെ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. അത് ഏതൊക്കെ ടെസ്റ്റുകളിലൂടെ ഇത് കണ്ടെത്താൻ പറ്റും? വളരെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ കണ്ടെത്തണം. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. നമുക്ക് നമ്മുടെ ജീവിത ശൈലികൾ, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വ്യായാമം തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ അത് എന്തൊക്കെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ഭക്ഷണത്തിൽ നിയന്ത്രണം വരണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അമിതവണ്ണം ഒരു കാരണമാണെന്ന് പറഞ്ഞു. അപ്പോൾ അമിതവണ്ണം കൂടുതൽ കാർബോഹൈഡ്രേറ്റ് പോലുള്ള ഭക്ഷണം അകത്താക്കുന്നതും പിന്നെ പാരമ്പര്യമായിട്ടുണ്ടാവാല്ലേ അമിതവണ്ണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ ഏതൊക്കെ രീതിയിലുള്ള മോഡിഫിക്കേഷൻ വരുത്തണം, എന്തൊക്കെ മാറ്റം വരുത്തണം, എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പ്രമേഹം തന്നെ നമ്മളൊരു ജീവിതശൈലി രോഗമാണ്. അതെ. ഇപ്പോൾ പ്രമേഹമാണ് നമുക്ക് വൃക്കരോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ അമിതവണ്ണം എന്ന് പറയുന്നത് നമുക്കൊരു വൃക്കരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ റൂൾ ഓഫ് 8 എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലത്തെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേ ഫിറ്റ് ആൻഡ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആരോഗ്യം പരിപാലിക്കണം, ആക്ടിവിറ്റി വേണം. എന്ന് വെച്ചാൽ നമ്മൾ ദിവസവും അത് ഓരോരുത്തരുടെ ആരോഗ്യം അനുസരിച്ച് 30 മിനിറ്റെങ്കിലും നടക്കണം എല്ലാ ദിവസവും എന്നും പറഞ്ഞിട്ട്. രണ്ടാമത്തെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം, അതും സാധാരണ വേറെ ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾ 2-2.5 ലിറ്റർ വെള്ളം കുടിക്കണം, അത്രയും. മൂന്നാമത്തെ പ്രമേഹം നിയന്ത്രിക്കുക. ഈ പ്രമേഹം നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച് ആദ്യത്തെ ഒരു 5 കൊല്ലത്തെ എത്രമാത്രം എത്രമാത്രം നമ്മൾ അതിനെ നിയന്ത്രിച്ച് പോകുന്നു എന്നുള്ളത് നമുക്ക് ഭാവിയിൽ വൃക്കരോഗം അങ്ങനത്തെ പ്രമേഹം റിലേറ്റഡ് ബാക്കി അസുഖങ്ങൾ വരുന്നതിനെ നല്ലപോലെ കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 5 കൊല്ലം അപ്പോൾ പ്രമേഹം നിയന്ത്രിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൃക്കരോഗം കൂടിക്കഴിയുമ്പോൾ
നമുക്ക് ബ്ലഡ് ഷുഗർ കുറയും. അപ്പം നമുക്ക് തുടക്കത്തിൽ 2 ഗുളിക വേണ്ടി വന്നിരുന്നു, ഇൻസുലിൻ വേണ്ടി വന്നിരുന്നു എന്നുള്ള ഒരാൾ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഷുഗർ കൺട്രോളാണ്, ഞാൻ മരുന്ന് നിർത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. ക്രിയാറ്റിനിൻ നോക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അപ്പോൾ രോഗിക്ക് സന്തോഷമാണ്, എൻ്റെ ഇപ്പം എല്ലാം കൺട്രോളാണെന്നുള്ളത്. പക്ഷെ അത് ശരിക്കും ചിലപ്പോൾ വൃക്കരോഗത്തിന്റെ ലക്ഷണമാവാം. അപ്പോൾ 3 പ്രമേഹം, 4 BP കൺട്രോൾ. BP കൺട്രോൾ എന്ന് വെച്ചാൽ എത്രമാത്രം നിങ്ങൾ 120/80 അതിൻ്റെ താഴെ നമുക്ക് വരണം. പിന്നെ നമുക്ക് പിന്നെ ഓരോ അസുഖങ്ങൾക്ക് ഇപ്പോൾ സാധാരണ ബാക്കി BP മാത്രമുള്ളവർ, രക്തസമ്മർദ്ദം മാത്രമുള്ള ഒരാളാണെന്ന് വെച്ചാൽ 120/80 താഴെ കൊണ്ടുവരണം. 5 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻ. അപ്പം അത് ഇവിടെ കുറേ ഉള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് പോയി വാങ്ങാൻ നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് വന്ന് ചെറിയ കുട്ടിയെ പിടിച്ച് നിൽക്കുമ്പോൾ കുട്ടിക്ക് ചുമ മരുന്ന് തരൂ എന്ന് വീട്ടുകാരും പറയുന്നുണ്ട്. ചുമക്കുള്ള മരുന്ന് ഫാർമസിയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് പറ്റില്ല. അപ്പോൾ ഓവർ ദ കൗണ്ടർ എന്നുള്ളതിൽ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് NSAIDs എന്ന് പറയും, വേദന സംഹാരികൾ. തലവേദന, മുട്ടുവേദന എല്ലാത്തിനും നമുക്ക് പോയി കഴിഞ്ഞാൽ വേദന സംഹാരികൾ കിട്ടും. അപ്പോൾ അതങ്ങനെ കഴിക്കാൻ പാടില്ല. കൂടുതലും നമ്മൾ ഈ പറഞ്ഞ ഹൈ റിസ്ക്, അതായത് BP, നമ്മുടെ പ്രമേഹം എന്നുള്ളവരൊക്കെ എന്താണെങ്കിലും ഡോക്ടർമാർ എഴുതിയതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. ഏത് മരുന്ന് കഴിക്കണം എന്നുള്ളത് അവർ പറയുന്നതനുസരിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പുകവലി പാടില്ല. പുകവലി കുറയ്ക്കാന്ന് പോലല്ല പറയുന്നത്, പുകവലി പാടില്ല. അത് നമ്മുടെ കിഡ്നിയിലേക്കുള്ള രക്തോട്ടം കുറയ്ക്കും. അപ്പോൾ ആദ്യമേ നമ്മളത് നിർത്തുകയും വേണം. നമ്മുടെ OP-യിൽ വരുന്നവരാണെങ്കിലും ഒരു 5-6 ഗുളിക ഉണ്ടാവും, ക്രിയാറ്റിനിൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ നിർത്തിയോ ചോദിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം നിർത്താം എന്നുള്ള പോലെയാണ് പുകവലി നിർത്തുന്നത്. അപ്പോൾ പുകവലി പാടില്ല എന്താണെങ്കിലും. അത് രോഗം ഉണ്ടാക്കുകയും ചെയ്യും, കൂട്ടുകയും ചെയ്യും. പിന്നെ മരുന്നുകൾ കൃത്യമായി കഴിക്കുക. മദ്യപാനം അതിൽ വരുന്നുണ്ടോ? മദ്യപാനം കരളിനാണ് കുറച്ചുകൂടി, വൃക്കന്നതിനേക്കാളും കുറച്ചുകൂടി കരളിനാണ്. എന്ന് വെച്ചാൽ മദ്യപിക്കുമെന്നല്ല, മദ്യപിക്കണ്ട. അല്ല, പുകവലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മദ്യപാനം പറഞ്ഞില്ല, അത് കരളിനാണ് കൂടുതലും പോകുന്നത്. പിന്നെ ടെസ്റ്റ് ചെയ്യുക, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മരുന്ന് കഴിക്കുക, ടെസ്റ്റ് ചെയ്യണം. ഈ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അസുഖം ബുദ്ധിമുട്ട് വരുമ്പോൾ നോക്കുക എന്നല്ല, ഈ ഹൈ റിസ്കുകാർക്ക്, അപ്പോൾ ഈ രക്തസമ്മർദ്ദമുള്ളവർക്ക്, പ്രമേഹമുള്ളവർക്ക്, അല്ലെങ്കിൽ ജനിതകമായ അസുഖമുള്ളവർക്കൊക്കെ പിന്നെ ഒന്നുമില്ലെങ്കിൽ തന്നെ 45 വയസ്സ് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്, കൊല്ലത്തിൽ ഒരിക്കൽ നമ്മൾ കിഡ്നിയുടെ പ്രവർത്തനം നോക്കണം. നേരത്തെ കണ്ടുപിടിക്കുക, കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ തന്നെ നമുക്ക് മരുന്നുകൾ തുടങ്ങാൻ പറ്റും. മരുന്നുകൾ തന്നെ തുടങ്ങണം എന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ജീവിതശൈലി രോഗം, അമിതവണ്ണം എന്നൊക്കെ പറയുന്നത്, നമ്മൾ അതിനെ കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രിയാറ്റിനെ കുറച്ച് നോർമലാക്കാൻ പറ്റും. അപ്പോൾ പ്രധാനപ്പെട്ട 8 നിയമങ്ങളെ കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊക്കെ തന്നെ കുറേ വിശദമായിട്ട് സംശയങ്ങൾ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാര്യമാണ് ഇപ്പോൾ വെള്ളം കുടിയുടെ കാര്യം പറഞ്ഞു. പലരും വെള്ളം കുടിക്കുന്നില്ല. ഇപ്പോൾ ഇതേ വേനൽക്കാലം വരാൻ പോവുകയാണ്, വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കാത്തതുകൊണ്ട് തന്നെ വൃക്കരോഗങ്ങൾ കൂടുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞങ്ങൾ പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കാറുള്ള ഒരു കൗതുകകരമായ കാര്യം, വെള്ളം കുടിക്കാത്തതിന്, പ്രത്യേകിച്ച് സ്ത്രീകൾ വെള്ളം കുടിക്കാത്തതിന് ഒരു കാരണം പറയുന്നത്, വെള്ളം കുടിച്ചാൽ പുറത്തേക്ക് പോകുന്ന സ്ത്രീകളാണ് കേട്ടോ പ്രത്യേകിച്ച് പറയുന്നത്. അത് പുറത്തേക്ക് പോയാൽ മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങളില്ല. നല്ല വൃത്തിയുള്ള, സുരക്ഷിതത്വമുള്ള, ക്ലീനായിട്ടുള്ള വെള്ളം ഒക്കെ ഉള്ള പൊതു ടോയ്ലറ്റുകളുടെ അഭാവം പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ ഈ മൂത്രമൊഴിക്കേണ്ടി വരുമല്ലോ, അതിന് കൃത്യമായ വൃത്തിയുള്ള ടോയ്ലറ്റ് കിട്ടില്ലല്ലോ എന്ന് കരുതി അവർ വെള്ളം കുടിക്കാതിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും, വെള്ളം കുടിക്കാതിരിക്കുന്നതും മൂത്രമൊഴിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനൊക്കെ കാണുന്നത്? ഇങ്ങനെ അനുഭവങ്ങളുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? രണ്ട് ക്വസ്റ്റ്യൻ ആക്കാം നമുക്ക്. ആദ്യത്തെ, എത്ര വെള്ളം കുടിക്കണം? വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒരു അസുഖം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിക്കണം. പിന്നെ ഈ രണ്ടാമത്തെ, നമുക്ക് ഈ വേൾഡ് കിഡ്നി ഡേ പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മളെ ബാധിക്കുന്നു, പരിസ്ഥിതി നമ്മളെ ബാധിക്കുന്നു. ആ പരിസ്ഥിതി ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ CKDU പറഞ്ഞിട്ടുണ്ട്. അതായത് CKDU ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെയും പതുക്കെ വന്നു തുടങ്ങും. അത് ഈ നമ്മൾ ഹീറ്റ് സ്ട്രോക്ക്, സൂര്യാതാപം, ഹീറ്റ് സ്ട്രെസ്സാണ്. ചൂട് കൂടുമ്പോൾ പ്രത്യേകിച്ചും കർഷകർക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻകാർക്ക്. അപ്പോൾ ഇവര് CKDU എന്നുള്ളത് നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അതൊന്ന് ഫുൾ ഫോം പറയൂ. ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്. CKD ക്രോണിക് കിഡ്നി ഡിസീസ്, U അൺനോൺ ഇറ്റിയോളജി ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഇന്ന കാരണം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമേഹം കാരണം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് PSLE, അങ്ങനെ കുറേ അസുഖങ്ങൾ കാരണം. ഇത് അങ്ങനെ നമുക്ക് ഇന്ന കാരണം എന്ന് കിട്ടിയിട്ടില്ല. അതാണ് CKDU. അപ്പോൾ അത് നമുക്ക് കൂടുതലും കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല
ചൂട് കൂടിയ സ്ഥലങ്ങളിൽ കുറേ നേരം, അതായത് ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ എല്ലാവരും പണിയെടുക്കുന്നതാണ്. വെയിലത്ത് പണിയെടുക്കുന്നവർ, ചൂട് കൂടുന്ന അവസ്ഥ, വെള്ളം കുറയുന്ന അവസ്ഥ, കർഷകർ, പിന്നെ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങും റോഡും എല്ലാം വരും. അപ്പോൾ അതിൽ ഒരു കുറേ നേരം പണിയെടുക്കേണ്ടി വരുന്നവർക്ക് ക്രിയാറ്റിനിൻ കൂടും. അവർക്ക് പിന്നെ അങ്ങോട്ട് കൂടുമ്പോൾ ക്രിയാറ്റിനിൻ കൂടിയിട്ട് അത് സ്ഥിരമായിട്ടുള്ള വൃക്കയുടെ അസുഖമായി മാറുന്നുണ്ട്. അപ്പോൾ അവിടെ വെള്ളം കൂടി നമ്മൾ എത്ര വേണമെന്ന് ചോദിച്ചാൽ 2.5 ലിറ്റർ മതിയാവില്ല അവർക്ക്. അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്താന്ന് ആന്ധ്രയിലും അവിടെയൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ 20 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കുടിക്കാം, അതൊരു 200 മില്ലി എന്നൊക്കെ പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അവർക്ക് പോകുന്നതനുസരിച്ച് ഏകദേശം 4-4.5 ലിറ്ററൊക്കെ ഒരു ദിവസം കുടിക്കേണ്ടി വരും. അപ്പോൾ ഏത് വെള്ളം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏത് വെള്ളവും കുടിക്കാം, നമ്മൾ സാധാരണ വെള്ളം കുടിക്കാം. കിഡ്നി തകരാറ് അങ്ങനെയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കരിക്കും വെള്ളം, ജ്യൂസ്, അങ്ങനെ എന്താണെങ്കിലും കുടിക്കാം. പക്ഷെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മറ്റേ ഭാഗം. മൂത്രമൊഴിക്കുന്നത് അല്ല, ഇതിൽ തന്നെ. അപ്പോൾ വെള്ളം കൂടിയുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിന്, ഇപ്പോൾ കാലിൽ നീരുള്ള ഒരാൾ, ഇത് ഹൃദയത്തിന്റെ അസുഖം, അല്ലെങ്കിൽ നമുക്ക് കരൾ സംബന്ധമായ രോഗം, വയറ്റിൽ നീരുണ്ട്, കാലിൽ നീരുണ്ട്, അല്ലെങ്കിൽ കിഡ്നി തകരാറ്, നീരുണ്ട്. ഇവര് ഇപ്പോൾ ഞാൻ 2 ലിറ്റർ വെള്ളം കുടിക്കണം, 2 ലിറ്റർ വെള്ളം കുടിച്ചത് കൊണ്ട് എൻ്റെ കിഡ്നിയുടെ തകരാറ് മാറും എന്നുള്ളതല്ല. അങ്ങനെ ഒരു അസുഖമുള്ള ഒരാൾ ഡോക്ടർ പറയുന്നത് അനുസരിച്ചിട്ട്, അപ്പോൾ നമ്മൾ അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് പറയാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വെള്ളം കുറച്ച് കുടിക്കുമെന്നാണ് പറയാം, 2 ലിറ്റർ കുടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അസുഖമുള്ളവര് ഡോക്ടർമാർ അവരെ കണ്ടിട്ട് എത്ര പറയുന്നു എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടേ കുടിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഒപ്പിലോ എന്ന് വെച്ചാൽ നീരുണ്ട്, മൂത്രത്തിന്റെ അളവ് 500 മില്ലിയേ ഉള്ളൂ, അപ്പോൾ വെള്ളം കുടിക്കുന്നത് കുറവായത് കൊണ്ട് ഞാൻ 1.5 ലിറ്റർ കുടിച്ചു എന്ന് പറയുമ്പോൾ അവർക്കത് അത് വൃക്ക സംബന്ധമായ പ്രശ്നം കാരണമാണ് നീര് വന്നിരിക്കുന്നത്. ഈ 1.5 കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസമുട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ചെയ്യാം. അപ്പൊ വെള്ളം അവിടെ എല്ലാവരും കുടിക്കുന്ന അത്രയും അളവ് വെള്ളം കുടിക്കാൻ പറ്റില്ല. മറ്റേ പാർട്ട്, അതായത് നമ്മൾ വെള്ളം കൂടി നമ്മളായിട്ട് കുറയ്ക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും നമുക്ക് ടോയ്ലറ്റും പബ്ലിക് ടോയ്ലറ്റ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ടൗണിൽ വരെ എവിടെയാണെന്ന് വെച്ചാലും ബുദ്ധിമുട്ടാണ്. പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പേടിയുണ്ട്, ക്ലീൻ അല്ല, എല്ലാം ഉണ്ട്. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നമ്മൾ വെള്ളം കൂടി കുറയുന്നത് കാരണം 2 ഇതാണ്. ഒന്ന് UTI, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. 2, നമുക്കിപ്പോൾ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാരണം നമുക്ക് കിഡ്നിക്ക് തകരാറ് വരിക എന്നുള്ളതല്ല. പക്ഷെ ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക്, കല്ലുള്ളവർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ, ഇപ്പോൾ ഒരു 5 വയസ്സിന് താഴേക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നോക്കണം, എന്തുകൊണ്ട് വന്നു എന്ന് നോക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് നമുക്ക് കിഡ്നിയെ ബാധിക്കാനും പൈലോനെഫ്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കോംപ്ലിക്കേഷൻ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ വെള്ളം, പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന സാധാരണക്കാർ പറഞ്ഞത് പഴുപ്പല്ല, പൈലോനെഫ്രൈറ്റിസ് കിഡ്നിക്ക് പഴുപ്പാണ്. മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പറയുന്ന ഒരു വാക്കാണ്. അതുണ്ട്. അപ്പോൾ കിഡ്നിയെ ബാധിക്കുന്നതാണ്. കിഡ്നിയെ ബാധിച്ചു. അപ്പോൾ കിഡ്നി ഉണ്ട്, നമ്മുടെ മൂത്രനാളി ഉണ്ട്, മൂത്രസഞ്ചി ഉണ്ട്, യൂറീറ്റർ, പിന്നെ ബ്ലാഡർ, പിന്നെ യൂറീത്ര, ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ കയറിപ്പോയി കിഡ്നിയെ ബാധിച്ചു എന്നുള്ളതാണ്. അത് സീരിയസ് ആണ്. അപ്പോൾ പബ്ലിക് ടോയ്ലറ്റുകളുടെ കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള, അത് സാധാരണ തന്നെ നമുക്ക് ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് കൂടുതലാണ് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ളത്. അപ്പോൾ അവരിപ്പോൾ ഡയബറ്റിക് ആണ്, കല്ലുണ്ട്, അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ തന്നെയും കല്ലൊക്കെ ഉള്ളവർക്കാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ അത് നമുക്ക് കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ വെള്ളം കുടിക്കണം 2 ലിറ്റർ. എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് അതിൻ്റെതായ രീതിക്കുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കേണ്ടി വരും. ഇതിലെന്താണെന്നറിയോ, ഞാൻ ഇതിൽ ഒന്ന് ആഡ് ചെയ്ത് പറയാൻ വെച്ചാൽ, ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനാണ്. ഞങ്ങൾ തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ച് ഒരു പഠനം നടത്തി. നഗരത്തിലെ പൊതു ഇടങ്ങളിലുള്ള ഈ ശൗചാലയ പഠനം എന്നാണ് അതിന് പറഞ്ഞത്. ശൗചാലയങ്ങൾ ഞങ്ങൾ നേരിട്ട് ചെന്ന് കണ്ടു. അസഹ്യമായിരുന്നു കാഴ്ചകൾ. ഒരു സ്ത്രീക്ക്, ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്യുന്ന സ്ത്രീക്ക്, അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയത്തിൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നവർക്ക് അവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ടാവും. അപ്പോൾ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒരു സ്ത്രീനെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് പോകണം. കാരണം ഡോർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡോർ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഓട്ടോ ഉണ്ടാവും. പിന്നെ ഇവരിപ്പോൾ ഷോളോ ബാഗോ എന്തെങ്കിലും അവിടെ ഞാത്തി വെക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വൃത്തി ഉണ്ടാവില്ല, തീരെ വൃത്തി. അവിടെ പോയാൽ തന്നെ ഇൻഫെക്ഷൻ വരും. വെള്ളം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദുരിത സാഹചര്യം ഞങ്ങൾ എന്നിട്ട് അത് റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ കൊടുത്തു. അതൊരു പ്രശ്നം.
അപ്പോൾ ഞാൻ ഇതിൽ ഡോക്ടർ പറഞ്ഞ ചോദ്യത്തിൽ വേറൊരു മറുപടി, ഇപ്പോൾ 4.5 ലിറ്റർ വെള്ളം കുടിക്കണ ആന്ധ്രാപ്രദേശിലെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണോ നമുക്ക് ദാഹം വന്നാലും ഇല്ലെങ്കിലും നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്നൊരു പൊതു വർത്തമാനമുണ്ട്, അത് ശരിയാണോ? നമ്മുടെ മൂത്രം പോകുന്നതിൻ്റെ അളവും നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലാതെ നമ്മൾ വേർത്തൊക്കെ പോകുന്നതും എല്ലാം കൂടിയിട്ട് വേണം. അപ്പോൾ ഈ നല്ല ചൂടുള്ള സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ ഈ വേർപ്പ് നമ്മൾ അറിയില്ല. അപ്പോൾ അത് എത്ര വെള്ളം പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ദാഹം വരുന്ന സ്റ്റേജ് വരെ എത്തരുത്, അതിനു മുമ്പ് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് പറയുന്നത്. അല്ല, അപ്പൊ ഈ ദാഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുന്നു എന്നുള്ളൊരു സൂചനയല്ലേ? അങ്ങനെ വരുമ്പോ അത് വരുന്നില്ലെങ്കിൽ വെള്ളം കുറവാണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാ അതിന്റെ ഒരു ശാസ്ത്രം? ദാഹം നമ്മുടെ ശരീരം മനസ്സിലാക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഇത് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതെന്നുവെച്ചാൽ ആ സ്റ്റേജിലേക്ക് ഡീഹൈഡ്രേഷനിലേക്ക് പോകരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അങ്ങനെ പോകാൻ സാധ്യതയുള്ള എല്ലാവർക്കും അല്ല വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ 2.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിക്ക് നമ്മൾ അങ്ങനെ വലിയൊരു എഫേർട്ട് എടുത്ത് കുടിച്ച് തീർക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിപ്പോൾ 4 ലിറ്റർ കുടിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നവരാവുമ്പോൾ അവര് കൂടെ കുടിക്കണം, ദാഹം വരാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു, പ്രത്യേകിച്ച് ഡോക്ടർ ഒരു സ്ത്രീയും കൂടി ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാം. ഇപ്പം നമ്മൾ ടോയ്ലറ്റിൽ പോയാൽ ശുചിയാക്കുന്നത് അത് വളരെ തെറ്റായ രീതിയിൽ ചെയ്യുന്നത് ഇൻഫെക്ഷൻ കാരണമാവുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അത് നമ്മൾ പെൺകുട്ടികൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ക്ലീനായിട്ട്, അതായത് ജെനൈറ്റൽ ഹൈജീൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. എപ്പോഴും ഇപ്പോൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെയും നമ്മൾ അത് എങ്ങനെ വൈപ്പ് ചെയ്യണം എന്നുള്ളത്, അത് ഫ്രണ്ടിൽ നിന്ന് മുമ്പിൽ നിന്ന് പിന്നിലോട്ട് വൈപ്പ് ചെയ്യണം. അത് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പിരിച്ചിന് അതൊക്കെ മെൻസ്ട്രൽ കപ്പ് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. പക്ഷെ അതിന്റെ സാനിറ്റൈസേഷൻ ശ്രദ്ധിക്കണം. അത് ഹാൻഡിൽ ചെയ്യുന്നതിന് കൃത്യമായ രീതികളുണ്ട്. ആ രീതി അനുസരിച്ച് മാത്രം അത് വെക്കുന്നതിന്, ഇൻസർട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായി തിളപ്പിച്ച വെള്ളത്തിലിടണം. നമ്മുടെ കൈ വൃത്തിയായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളുടെ ഒരു പൊതുബോധമുണ്ട്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനവും കഴിച്ചാൽ ഒരു കുഴപ്പവും നമുക്കുണ്ടാവില്ല എന്നുള്ളൊരു പൊതുബോധമുണ്ട്. അതിൽ പ്രത്യേകിച്ച് കീടനാശിനിയോ ഒന്നും ചേർക്കാത്തതാണെങ്കിൽ ധൈര്യമായിട്ട് അകത്തേക്ക് കഴിക്കാം എന്നൊരു ധാരണയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടു, ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവർ പറയുന്നത് മൂത്രത്തിലെ കല്ല് കളയാൻ വേണ്ടി ഇരുമ്പാമ്പുളി ജ്യൂസ് കുടിച്ചു. നമ്മൾ 1-2 ഇരുമ്പാമ്പുളി ഇട്ട് മീൻകറി വയ്ക്കുകയോ അല്ലെങ്കിൽ അത് തിന്നുകയോ ഒക്കെ ചെയ്യുന്നതല്ല. ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇരുമ്പാമ്പുളി ജ്യൂസ് കുടിച്ചാൽ ഇതിനെ അലിയിച്ച് കളയുന്നെന്ന് പറഞ്ഞപ്പോൾ കുറേ ഇരുമ്പാമ്പുളി പറിച്ചെടുത്ത് ജ്യൂസ് അടിച്ച് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ കഴിച്ച് വലിയ ഗുരുതര വൃക്ക പ്രശ്നമായിട്ട് നെഫ്രോളജിസ്റ്റിനെ സമീപിച്ചു എന്നാണ് അവരുടെ അനുഭവം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണ്? മാത്രമല്ല കൊടംപുളിയെക്കുറിച്ചും അങ്ങനെ കേൾക്കുന്നുണ്ട്. കൊടംപുളി ഇതുപോലെ മീൻകറിയിലോ അല്ലെങ്കിൽ മറ്റു കറികളിലൊക്കെ ഒരെണ്ണമൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് തന്നെ ഇട്ടിട്ട് ലേഹ്യം വയ്ക്കുന്ന ഒരു കഥയൊക്കെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു. കുടംപുളി ലേഹ്യം എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ചിലർ തക്കാളിയൊക്കെ 1 കിലോന് 2 രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ കുറേ തക്കാളി എടുത്തിട്ട് പഞ്ചസാര ഇട്ട് കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് വൃക്കേനെ എങ്ങനെ ബാധിക്കും എന്നാണ് അറിയുന്നത്. ഇരുമ്പുംപുളി ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സലേറ്റ് നെഫ്രോപ്പതി പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പുംപുളിയിലെ ഓക്സലേറ്റ് എന്ന് പറഞ്ഞതുണ്ട്, ഓക്സലിക് ആസിഡ്. അത് ഇപ്പോൾ നമ്മളിപ്പോൾ കറി വെച്ച് 2 എണ്ണം കഴിച്ചു എന്നുള്ളത് പോലെയല്ല. കൂടുതലും ഇപ്പോൾ നമുക്ക് ചൂടുകാലമാകുമ്പോൾ വെള്ളം കുടിക്കൂ പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ പേപ്പറിലാണെങ്കിലും പല സ്ഥലത്തുനിന്നും ഇന്ന ജ്യൂസ് ഉണ്ടാക്കി കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ് പല ഇതുകൾ കിട്ടും. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഇരുമ്പുളി ജ്യൂസ്, ഇരുമ്പുളി വൈൻ. ഇരുമ്പുളി ജ്യൂസും വൈനും എന്ന് പറഞ്ഞാൽ അതിൽ ഫുൾ ഇരുമ്പുളിയാണ് നിറച്ച്. അപ്പോൾ അത് വേറൊന്നുമില്ലാതെ കഴിക്കുമ്പോൾ നിറച്ച ഓക്സാലിക് ആസിഡ്. അപ്പോൾ അത് നമ്മുടെ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ ഓക്സലേറ്റ് നെഫ്രോപ്പതി അത് പല രോഗികളുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണെങ്കിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ തന്നെ 2 പേര് ഡയാലിസിസ് ചെയ്യാൻ പാകത്തിന് കിഡ്നി തകരാറ് മൂലം വന്നവരുണ്ട്. എന്നിട്ട് നമ്മൾ ബയോപ്സി എടുത്ത് നോക്കുമ്പോൾ ഓക്സലേറ്റ് എന്ന് പറഞ്ഞ് കിട്ടും. ഭാഗ്യത്തിന് എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും നമുക്ക് തിരിച്ച് കിട്ടി, റിവേഴ്സിബിൾ ആക്കി കിഡ്നി നോർമൽ കിട്ടി. പക്ഷെ അത് വേറെ ഒരു പ്രത്യേകിച്ച് അസുഖം ഇല്ലാത്ത ഒരാളുടെ കിഡ്നി ആയതുകൊണ്ട് ഓൾറെഡി ഇപ്പോൾ ക്രിയാറ്റിന് 2 ആണ് അല്ലെങ്കിൽ കുറച്ച് കൂടിയ ഒരാളാണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കത് ഡയലിസിസ് നിർത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇരുമ്പുളി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെയാണ് കൊടംപുളിയുടെ കാര്യം. കൊടംപുളി നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ തക്കാളി എന്ന് വെച്ചാൽ ഇപ്പോൾ കിഡ്നിയിൽ സ്റ്റോൺ ഉള്ള ആൾക്കാർ, അതായത് വൃക്കയിലോ അല്ലെങ്കിൽ മൂത്രനാളിൽ എവിടെയാണെന്ന് വെച്ചാൽ
സ്റ്റോണുള്ള കല്ലുകളുള്ള ആളാന്ന് വെച്ചാൽ അത് ഏത് തരം സ്റ്റോണിനനുസരിച്ചിരിക്കും. നമുക്ക് അത് കാൽഷ്യം ഓക്സലേറ്റ്, യൂറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് പലതരം സ്റ്റോണുകളുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോണുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അവർ തക്കാളിയൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് നല്ലത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മൾ ഇതുപോലെ തക്കാളി ജ്യൂസ് അടിച്ചു അല്ലെങ്കിൽ കുറേ പഞ്ചസാര ഇട്ട് കുറേ അങ്ങോട്ട് കഴിക്കുക, ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഈ സമീകൃത ആഹാരം കഴിക്കുക എന്ന് പറയുമ്പോൾ കഴിച്ചോളൂ, പക്ഷെ അതിന് അളവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പുളിയെ കഴിക്കരുത് എന്നല്ല, ജ്യൂസ് വൈൻ വേണ്ട. വൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ പൊതുവെ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് ഇരുമ്പാമ്പുളി മരം, ഇഷ്ടംപോലെ ഇരുമ്പാമ്പുളി ഉണ്ടായി. താഴ്ത്ത് വീണ് പോകുമ്പോൾ അയ്യോ കഷ്ടം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് വൈൻ ഉണ്ടാക്കും, ഇഷ്ടംപോലെ പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ട്. ആ വൈനാണ് കുടിക്കാൻ നോക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാകുന്ന അപകടം ഇത് പല സ്ഥലത്തും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. മറ്റൊരു കാര്യമുള്ളത് ഈ കാൽഷ്യം കൂടുതൽ ചെല്ലുന്നത്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഈ ചെറിയ മീനുകൾ, പ്രത്യേകിച്ച് എന്താണ് മുള്ളൻ, പിന്നെന്താണ് ഈ നത്തോലി, അങ്ങനെയൊക്കെയുള്ള ചെറിയ മീനുകളിൽ ഇഷ്ടംപോലെ കാൽഷ്യം ഉണ്ട്. അപ്പോൾ ചെറിയ മീനുകൾ കല്ലുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയുള്ളവർ കഴിക്കരുതെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് സാറ് ചോദിച്ചത് നന്നായി. ഇപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ കാൽഷ്യം സ്റ്റോൺ വരാതിരിക്കാൻ വേണ്ടി കാൽഷ്യത്തിനെ കുറയ്ക്കുക എന്നുള്ളതല്ല, ഉപ്പിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഉപ്പ് കൂടുതൽ ചെല്ലുമ്പോൾ, സോഡിയം കൂടുതൽ ചെല്ലുമ്പോൾ നമുക്ക് കാൽഷ്യം സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എത്ര ഉപ്പ് കഴിക്കണം എന്ന് വെച്ചാൽ ശരിക്കും ഒരു 6 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പില്ലാതെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ദിവസത്തിന് 1 ടീസ്പൂൺ എന്നുള്ള കണക്കാവും. അപ്പോൾ അത്രയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കറിയിൽ ഉപ്പിടും, ചോറിൽ ഉപ്പിടും, അപ്പോൾ നമ്മൾ തൈര് കൂട്ടി കഴിക്കാൻ അതിൽ ഉപ്പിടും. അപ്പോൾ ഉപ്പ് കുറയ്ക്കുക, ഉപ്പ് നല്ല രീതിക്ക് കുറയ്ക്കുക, അത് ഉണ്ട്. പിന്നെ കാൽഷ്യം, ഇപ്പോൾ കാൽഷ്യം സ്റ്റോൺ ഉണ്ട് പറഞ്ഞ് പാല് കുടിക്കരുതെന്നല്ല, പക്ഷേ കാൽഷ്യം സപ്ലിമെന്റ്സ്, ഇപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് ഇവിടെ പോയി ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് നമ്മൾ വെറുതെ കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ കാൽഷ്യം സ്റ്റോൺ വന്നാൽ കാൽഷ്യത്തിനെ കുറയ്ക്കുക എന്നുള്ളതിനേക്കാളും ഉപ്പ് കുറയ്ക്കുക, കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാതിരിക്കുക. പിന്നെ കാൽഷ്യം കൂടുതലുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ കഴിക്കുന്നത് കുറവാണെങ്കിൽ തന്നെയും ചിലപ്പോൾ നമ്മുടെ കാൽഷ്യം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഇതിലിപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടറുടെ ഇതിൽ വിഷയത്തിൽ വരുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വൈറ്റമിൻ ഡി പണ്ടൊക്കെ നമ്മൾ പഴയ ആൾക്കാർ ശരീരമൊക്കെ കാണിച്ച് നടക്കുന്ന കാലത്ത് സൂര്യപ്രകാശത്തെ വഴി സിന്തസൈസ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഫുൾ ഡ്രസ്സ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് 10 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത്, വെയിൽ കൊള്ളരുന്നുണ്ട്. ആ വെയിലാണ് ശരിക്കും കൊണ്ട വൈറ്റമിൻ ഡി ഉണ്ടാവുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പ്രകൃതിദത്തമായി വൈറ്റമിൻ ഡി കിട്ടാനുള്ള സാധ്യത കുറയുമ്പോൾ ഈ ഗുളിക വാങ്ങി കഴിക്കൽ തന്നെയാണോ പരിഹാരം? പക്ഷെ ഗുളിക കഴിക്കുകയാണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. എപ്പോഴും നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കണം എന്നില്ല. പക്ഷെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ച് പറയാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് തീർക്കാൻ അങ്ങനെ ഇത് നമ്മുടെ സ്കിന്നിൽ നിന്ന് കിട്ടുന്നതാണ്. ബാക്കി നമുക്കിപ്പോൾ ഭക്ഷണത്തിൽ നിന്ന്, ഇപ്പോൾ നോൺ വെജ് അതൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഭക്ഷണത്തിൽ നിന്നുള്ളത് കിട്ടും. അപ്പോൾ സ്കിന്നിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ട് കുറേ തീരെ കുറവ് അല്ലെങ്കിൽ കുറച്ച് കുറവ് എന്നൊക്കെ പറഞ്ഞ് ഡെഫിഷ്യൻസി ഇൻസഫിഷ്യൻസി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് സ്റ്റേജിൽ ഇവർ നിൽക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ വെറുതെ നമ്മൾ പോയി വൈറ്റമിൻ ഡി കഴിക്കേണ്ട കാര്യമില്ല. അത് നോക്കി ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് നോക്കിയിട്ട് കഴിച്ചാൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഈ രക്തസമ്മർദ്ദവും പ്രമേഹവും നമ്മുടെ വൃക്കരോഗത്തിൻ്റെ അടിസ്ഥാന കാരണമെന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യമുള്ളത്, ഈ പ്രമേഹം കുറയ്ക്കാൻ, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ, നോർമൽ ഇതിലേക്ക് എത്തിക്കാൻ നമുക്ക് മരുന്ന് കഴിക്കണം. ഈ മരുന്ന് തന്നെ ഇതിന് കാരണമാവുമോ? അതായത് ഇങ്ങനത്തെ മരുന്നുകൾ കൂടുതൽ കഴിക്കുമ്പോൾ വൃക്കയ്ക്ക് പ്രശ്നം ഉണ്ടാവുമോ? ഒരു ചോദ്യം. മറ്റൊന്ന്, എന്ത് വേദന ഉണ്ടെങ്കിലും ഈ ഓവർ ദ കൗണ്ടർ പോയിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ട്, വേദനാ സംഹാരികൾ കഴിക്കുന്നുണ്ട്. ഈ വേദനാ സംഹാരികൾ ഏത് തരത്തിലാണ് നമ്മുടെ വൃക്കരോഗത്തിലേക്ക് നയിക്കുന്നത്? അതുപോലെ സ്റ്റീറോയിഡുകൾ കഴിക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫേസ് ക്രീം, ലിപ്സ്റ്റിക്ക് തുടങ്ങിയ കുറേ സാധനങ്ങൾ ഇപ്പോൾ വ്യാപകമായി ഇപ്പോൾ യൂത്ത് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊന്നും ലിപ്സ്റ്റിക്ക് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇല്ലാത്ത ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വേദനാ സംഹാരികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വൃക്കരോഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ പ്രമേഹത്തിനുള്ള മരുന്ന്, കാരണം വൃക്കരോഗം മരുന്നില്ല.
ഇല്ല. അത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാവുന്നതാണ്. അത് നല്ല ക്ലിയർ ആയി. എത്ര കാലം പ്രമേഹം ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് പ്രമേഹ രോഗമാണ് വൃക്കരോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രമേഹ രോഗത്തിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്താലും നമുക്ക് കിഡ്നി പോകുമെന്നുള്ള ചോദ്യം പ്രസക്തമേ അല്ല. അപ്പോൾ ആ സംശയം വേണ്ട. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ വേദന സംഹാരികൾ, അല്ല പിന്നെ പ്രഷറിന്റെ BP യുടെ മരുന്നുകൾ. അതും ഇത് രണ്ടും എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പ്രമേഹം കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ പ്രഷർ കാരണം കൂടുതൽ BP ആവുമ്പോൾ അത് കാരണം നമ്മുടെ രക്തക്കുഴലുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ് കിഡ്നിക്ക് തകരാറ് വരുന്നത്. ഇതിന്റെ രണ്ടിനും മരുന്നല്ല കിഡ്നി തകരാറ് ഉണ്ടാകുന്നത്. ഇത് ഈ രോഗാവസ്ഥ തുടരുന്നതുകൊണ്ടാണ് വൃക്കരോഗം വരുന്നത്. പിന്നെ വേദന സംഹാരികൾ ഒന്നും കഴിക്കരുതെന്നല്ല, അതിന് പല ക്ലാസ് ഉണ്ട് വേദന സംഹാരികൾ. അപ്പോൾ നമുക്ക് കിഡ്നി രോഗികളാണെങ്കിലും കഴിക്കാൻ പറ്റാവുന്ന മരുന്നുകളുണ്ട്. അത് പക്ഷെ ഡോക്ടർമാർക്കാണ് അറിയാം. അപ്പോൾ വേദന സംഹാരികൾ കഴിക്കുന്ന വെച്ചാൽ കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് മരുന്ന് കഴിക്കുമ്പോൾ കിഡ്നിയിലോട്ടുള്ള രക്തോട്ടം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് കിഡ്നി തകരാറ് വന്നത്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമുക്കിപ്പോൾ കഴിച്ചു മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു എന്ന് പറഞ്ഞിട്ട്, പിന്നെ കുറേ കാലം നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് കാലങ്ങളായിട്ട് നമ്മൾ വേദനയുടെ മരുന്നുകൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു മരുന്നേ കഴിച്ചുള്ളൂ, ഒരു ഗുളികയെ കഴിച്ചുള്ളൂ എന്ന് പറയുന്നത് കാര്യമില്ല. എല്ലാവർക്കും വരണമെന്നില്ല. പക്ഷെ വരാൻ സാധ്യത കൂടുതലുള്ളവർ അത് കഴിക്കരുത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് പ്രഷറോ അല്ലെങ്കിൽ പ്രമേഹമോ ഉണ്ടെങ്കിൽ കടയിൽ പോയി വേദന സംഹാരി വാങ്ങി കഴിക്കരുത്. ചോദിച്ചു വാങ്ങി കഴിക്കരുത്. എല്ലാം പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമുക്ക് പോകും. പിന്നുള്ളത് ഫെയർനെസ് പ്രോഡക്റ്റ്. ലിപ്സ്റ്റിക് ഫെയർനെസ് പ്രോഡക്റ്റിനേക്കാളും കൂടുതൽ സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ടാണ് സാറ് കിട്ടുന്നത്. സ്കിൻ വൈറ്റനിങ് ക്രീം അവർ പറയുന്നത് അതാണ്. എന്തിനാണ് വൈറ്റൻ ചെയ്യണതെന്ന് നമുക്ക് അറിഞ്ഞൂടെ, പക്ഷേ സ്കിൻ വൈറ്റനിങ് ക്രീമാണ് അവർ ലേബിൾ തന്നെയും. അത് ഈ പ്രശസ്തമായ കമ്പനികളുടെയൊക്കെ TV-യിലെ പരസ്യം, കറുത്ത ഒരു പെൺകുട്ടി വരുന്നു പിന്നെ വെളുത്തു പോകുന്നു, അങ്ങനെയാണല്ലോ പരസ്യം. അതിലാണ് ആകർഷകരം. പക്ഷെ പ്രശസ്തമായ കമ്പനികൾ ശരിക്കും രജിസ്റ്റേർഡ് ആണ്, ക്വാളിറ്റി കൺട്രോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ഇപ്പൊ എല്ലാം നമ്മൾ ഓൺലൈൻ ആണല്ലോ. അപ്പോൾ ഓൺലൈൻ കയറി നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അത് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, കോഴിക്കോട് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം പറയും. ഈ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ പോകുന്നു, അതുണ്ടാവുന്നു, ക്രിയാറ്റിനിൻ കൂടുന്നു. അത് സ്കിന്നിലാണ് ഇതില് നമ്മൾ എന്നിട്ട് നോക്കിയപ്പോ എന്താ വെച്ചാല് മെർക്യൂറി ആണ് ഇതിനകത്ത്. ഈ വൈറ്റൻ ചെയ്യുന്നത് മെർക്യൂറി കാരണമാണ് വൈറ്റൻ ചെയ്ത് വരുന്നത്. അപ്പോ അതിപ്പോഴും ഓൺലൈൻ കിടക്കുന്ന സാധനങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഇതില് സൺസ്ക്രീൻ പോലെയുള്ളതൊക്കെ അതിൽ പെടുവോ? അതായത് ഇപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ അല്ല, സൺസ്ക്രീനൊക്കെ കുറച്ചുകൂടി സിങ്ക് ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഇവർ കണ്ടന്റൊന്നും കൊടുത്തിട്ടില്ല. സ്കിൻ വൈറ്റനിങ് ക്രീം മാത്രമേ ഉള്ളൂ ഇറക്കിയിരിക്കുന്ന. ശരിക്കും അങ്ങനെ ആവുമ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് കൊടുക്കണമെന്നില്ലേ? ഉണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ല. അത് എല്ലാവരും അങ്ങനെ നോക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മെർക്കുറി ആണെന്ന് മനസ്സിലാവും. ഇത് നമുക്ക് പ്രത്യേകിച്ച് കൂടുതലും കിട്ടുകയെന്ന് വെച്ചാൽ 20 to 40, 20 to 30 അല്ലെങ്കിൽ ആ കൂടുതലും പെൺകുട്ടികൾ. അപ്പോൾ അവര് വരുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം, പ്രോട്ടീൻ പോകുന്നു, നീര് പോകുന്നു എന്നും പറഞ്ഞു വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ബയോപ്സി എടുക്കുന്നു, ബയോപ്സിയിൽ നമുക്ക് ഇത് കിട്ടുന്നു. ഇത് കിട്ടിക്കഴിയുമ്പോഴാണ് ഓക്കെ നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരും. അങ്ങനെ നോക്കിയിട്ട് ഇതിന്റെ കണ്ടന്റ് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് മെർക്യൂറി ഒക്കെ കുറേ അധികമാണ്. അത് നമ്മൾ ഇവിടെ ലാബിൽ കൊടുത്താൽ കിട്ടും. അപ്പോൾ അതിനകത്ത് കിട്ടും. അപ്പോൾ വൈറ്റനിങ് ക്രീം വേണ്ട, വൈറ്റൻ ചെയ്യണ്ട. അല്ല, നമ്മളുടെ ഒരു നാട്ടിലൊരു പൊതുബോധമാണ് വെളുത്ത ആൾക്കാർ നല്ലത്, കറുത്തത് അത്ര സൗന്ദര്യമില്ല. സൗന്ദര്യത്തെ നമ്മൾ അളക്കുന്നത് സ്കിന്നിലെ കളറ് നോക്കിയിട്ടാണ്. ആ ഒരു കാഴ്ചപ്പാട് മാറാതെ ഒന്നും ഇതാവില്ല. അപ്പോൾ കറുത്ത കുട്ടികളായി അങ്ങനെ ജനിക്കാൻ പൊതുവെ ഒരു ഇരുനിറാണെങ്കിൽ കുറച്ച് ആരോഗ്യം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് പറയാൻ പറ്റില്ല. മറ്റൊരു ഇതുപോലെ വരുന്ന സാധാരണ പ്രശ്നമാണ് ജിമ്മിൽ പോകുന്ന. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ഒരു ശൈലി വന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ബ്രിസ്ക് വാക്ക് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ജിമ്മിൽ അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവർക്ക് മസിലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡർ ജിമ്മുകാർ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ചില ജിമ്മുകാർ ഒന്നും കഴിക്കേണ്ട, നിങ്ങൾ നല്ല കോഴിമുട്ടയും നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡും കഴിച്ചാൽ മതി എന്ന് പറയും. ചിലർ പ്രോട്ടീൻ പൗഡർ പറയും, ആ ബ്രാൻഡ് തന്നെ കഴിക്കണമെന്ന് പറയും. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പ്രോട്ടീൻ പൗഡർ നമ്മൾക്ക് ഏത് രീതിയിലാണ് നമ്മുടെ കിഡ്നീനെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ജിമ്മിൽ പോകുന്നത് എൻ്റെ ഒരു പാർട്ട്ണർ, ജിമ്മിൽ പോകുന്നത് നമ്മൾ
കൂടുതൽ നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ മസിലുകൾ കൂടുതൽ പണിയെടുക്കുമ്പോൾ നമുക്ക് റാബ്ഡോമൈലൈസിസ് എന്ന് പറഞ്ഞിട്ട് മസിൽ ഇഞ്ചുറി ആണ് ശരിക്കും. അത് കാരണം കിഡ്നിക്ക് തകരാറ് വരാൻ സാധ്യതയുണ്ട്. അത് ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും നല്ല, അത് ഗ്രേഡഡ് ആയിട്ട് തുടങ്ങും. അതിപ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടെന്ന് വെച്ചാൽ അവരെ വെച്ചിട്ട് ഗ്രേഡഡ് ആയി തുടങ്ങും. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് കുറേ കൂടുതൽ എക്സേർട്ട് ചെയ്യുന്നു, വെള്ളം കൂടി കുറയുന്നു. പ്രോട്ടീൻ പൗഡറിനേക്കാളും ക്രിയാറ്റിനിൻ കണ്ടന്റ് ഉള്ളത്, ഇപ്പോൾ പ്രോട്ടീൻ തന്നെ 2 പ്രോട്ടീൻ ഉണ്ട്, പ്ലാന്റ് പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അനിമൽ പ്രോട്ടീനാണ് കൂടുതൽ. അതിനേക്കാളും പെട്ടെന്ന് മസിൽ വന്ന് 6 പാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ക്രിയാറ്റിനിൻ സപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്രിയാറ്റിനിൻ സപ്ലിമെന്റ്സ് കൂടി കൂടുമ്പോഴാണ് നമുക്ക് അത് ശരിക്കും ക്രിയാറ്റിനിൻ സപ്ലിമെന്റ്സ് കിഡ്നിയുടെ ഹൈപ്പർ ഫിൽട്രേഷൻ പറയും, കിഡ്നിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് അധികം കാലം നമ്മൾ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഈ നമ്മുടെ കിഡ്നിയുടെ അവസ്ഥയെ ബാധിക്കാനും കുറച്ച് ക്രിയാറ്റിനിൻ കൂടാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ക്രിയാറ്റിനിൻ സപ്ലിമെന്റ്സ് ആവശ്യമില്ല. ജിമ്മിൽ പോയി നമ്മൾ എക്സസൈസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ തന്നെയും അത് ഗ്രേഡഡ് ആയിട്ട് എക്സസൈസ് ചെയ്യണം. ഹൈഡ്രേഷൻ, അതിപ്പോൾ അവരും പറയുന്നുണ്ടോ, വെള്ളം കുടിക്കുക, നല്ല രീതിക്ക് വെള്ളം കുടിക്കണം. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസ്ക് കുറയ്ക്കാവുന്നതാണ്. ഇല്ലേ, ഇപ്പോൾ പറഞ്ഞപ്പോൾ ക്രിയാറ്റിനിൻ സപ്ലിമെൻറ്റ്സ് എന്നൊരു വാക്ക് പറഞ്ഞു. സാധാരണ നമ്മൾ കേൾക്കുന്നത് വൃക്ക രോഗം വന്ന ആൾ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ക്രിയാറ്റിനും കൂടി ക്രിയാറ്റിൻ കുറഞ്ഞു എന്നാണ്. ഇപ്പോൾ ക്രിയാറ്റിൻ സപ്ലിമെന്റ് കൊടുക്കാൻ തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണോ ക്രിയാറ്റിൻ എന്നൊരു ചോദ്യം? മസിൽ ബൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതിനാണ് ക്രിയാറ്റിൻ സപ്ലിമെന്റ്. അപ്പോൾ ഈ പ്രോട്ടീൻ സപ്ലിമെന്റും ക്രിയാറ്റിൻ സപ്ലിമെന്റ്സും ചില ജിമ്മുകളിൽ കൊടുക്കുന്നതാണ്. ശരിക്കും കൊടുക്കാൻ പാടില്ല ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് വേണ്ട. പ്ലാൻ പ്രോട്ടീൻ ഓക്കെ. ഈ പ്രോട്ടീനിൽ തന്നെ പിന്നെ വേറൊരു പ്രോട്ടീനെ കുറിച്ച് പറയുമല്ലോ, വേ പ്രോട്ടീൻ ശരിക്കും പാലിൽ നിന്നുള്ളതാണെന്നാണ്. അപ്പോൾ പാലിൽ നിന്നുള്ളതാണെന്ന് വെച്ചാൽ അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടതല്ല. അപ്പോൾ ഈ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. ചില കുട്ടികളിൽ വരുന്ന ചില ത്വക്ക് രോഗങ്ങൾ, ഡെർമറ്റൈറ്റിസ്, അതായത് കരപ്പൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൻപുറത്ത്, അത് നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ അത് വൃക്കരോഗങ്ങളിലേക്ക് നയിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. കൃത്യമായി കണ്ടെത്തി വേഗം ചികിത്സിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് പിന്നീട് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? കുട്ടികളിൽ നമുക്ക് ഇപ്പോൾ തൊണ്ടവേദന, ത്രോട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരണം നമുക്ക് ചിലപ്പോൾ കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. IRG, ഇൻഫെക്ഷൻ റിലേറ്റഡ് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, IRG എന്ന് പറയും. കുട്ടികളിൽ സാധാരണ അത് വരുന്നത് സ്ഥിരമായൊരു കിഡ്നി രോഗത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ സമയത്ത് കുട്ടിക്ക് ഈ പ്രോട്ടീൻ പോകുന്നു, BP കൂടുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആ ഓർഗാനിസം, ആ അണു കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനെ ആദ്യമേ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാവാനുള്ള റിസ്ക് കുറവാണ്. വൃക്കരോഗങ്ങളുടെ ചികിത്സയിൽ ഒരു പ്രധാന ഘട്ടം എത്തുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ഡയാലിസിസ്. അപ്പോൾ ഈ ഡയാലിസിസ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് പാനിക്കാവുന്നുണ്ട്, പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. ഇതെന്തോ ഒരു വലിയ സംഭവമാണ്, ഒരു മെഷീനിൽ എന്തൊക്കെയോ തന്നെ ചെയ്യുകയാണ്, ഇനി ഡയാലിസിസ് ഇല്ലാതെ പറ്റില്ല ജീവിക്കാൻ എന്നൊക്കെ പറയുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഡയാലിസിസ് എന്നുള്ളൊരു പ്രക്രിയ എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഡയാലിസിസ് പറഞ്ഞാൽ 2 ഇതുണ്ട്. ഒന്ന് ഹീമോഡയാലിസിസ്, പെരിട്ടോണിയം ഡയാലിസിസ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എനിക്കിത് ഓർമ്മ വരുന്നത് ഹീമോഡയാലിസിസ് ആണ്, നമ്മൾ ആശുപത്രിയിൽ പോയി ചെയ്യുന്നത്. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന ഒരു ചികിത്സാ രീതി എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കിഡ്നിക്ക് കഴിയാതെ വരുമ്പോൾ യന്ത്രം ഏറ്റെടുക്കും. അത് നമ്മൾ എപ്പോഴും രോഗികളുടെ അടുത്ത് പറയുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കിഡ്നി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രക്തത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ശരീരത്തിന് തികയാതെ വരുമ്പോൾ ഒരു മെഷീൻ വെച്ച് ഈ പണി പുറത്ത് അത് മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡയാലിസിസിന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ അതും വൃക്കരോഗികളായ എല്ലാവരെയും നമ്മൾ ഡയാലിസിസ് ചെയ്യാമെന്നല്ല. 2 ഇതുണ്ട്. ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അത് നമുക്ക് പെട്ടെന്ന് വരുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് എലിപ്പനി വന്നു, പാമ്പ് കടി, അല്ലെങ്കിൽ BP കുറഞ്ഞു പോയി, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് വരുന്നത്. 2 ക്രോണിക് കിഡ്നി ഡിസീസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഷുഗർ, പ്രഷർ അങ്ങനെയൊക്കെ പറയുന്നത് കൂടുതലും നമ്മൾ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് കുറേ കാലങ്ങളെടുത്ത് കൂടി വരുന്നത്. അപ്പോൾ അതിൽ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് 5 സ്റ്റേജ് ഉണ്ട്. അതിൽ 5 എന്ന് പറയുന്നത് അവസാനത്തെ സ്റ്റേജാണ്. അതായത് നമ്മുടെ കിഡ്നി ഒരു 15% താഴെ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു. അതിൻ്റെതായ ഇൻഡിക്കേഷൻസ് അങ്ങനെയുള്ളതിലാണ് നമ്മൾ ഡയാലിസിസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞവർക്ക് ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ സ്ഥിരം അങ്ങോട്ട് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ നമ്മൾ കിഡ്നി തിരിച്ച് നോർമൽ ആവാനുള്ളത് ഇല്ല. അല്ലെങ്കിൽ അവർ അതിൻ്റെ അടുത്ത നമ്മുടെ ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നത് വരെയും നമ്മൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും.
അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിന് നമ്മൾ സ്ഥിരം ഡയൽസ് വേണമെന്ന് ഇല്ല. അത് നമ്മുടെ ആ പ്രശ്നം പരിഹരിച്ചാൽ അപ്പം നിർത്താം. എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ഈ കിഡ്നി തകരാറിലായത്, അത് ശരിയായി കിഡ്നി തിരിച്ച് പണിയെടുത്ത് തുടങ്ങി നമുക്ക് ഡയൽസ് വേണ്ട എന്നുള്ള സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഡയൽസ് നിർത്താൻ പറ്റും. പാമ്പ് കടിയിലൊക്കെ അങ്ങനെയല്ലേ? നല്ലൊരു ശതമാനം നമുക്ക് നിർത്താൻ പറ്റും. എത്രമാത്രം നമുക്ക് പ്രശ്നം വന്നു എന്നുള്ളത് അനുസരിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഈ എലിപ്പനി, പാമ്പ് കടിച്ചു വരുന്നവർ അങ്ങനെയൊക്കെ ഉള്ളതിൽ നല്ലൊരു ശതമാനത്തിന് നമുക്ക് അത് കഴിഞ്ഞ് സാധാരണ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും മിക്കതും നമുക്ക് ഡയൽസ് ഒക്കെ നിർത്താൻ പറ്റാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി പറഞ്ഞു. അപ്പോൾ നമുക്ക് പണ്ട് എനിക്ക് എലിപ്പനി വന്ന് ഡയൽസ് ചെയ്യേണ്ടി വന്നിരുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് ഭാവിയിൽ നമ്മൾ ഇവർ പതുക്കെ ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് പോകാനുള്ള ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഡയൽസ് ചെയ്ത് ക്രിയാറ്റിൻ നോർമലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ കൊല്ലത്തിലൊന്ന് നോക്കണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കണം. അതിന് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ക്രിയാറ്റിൻ്റെ അളവും യൂറിയ അതൊക്കെ നോക്കണം അല്ലേ? ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം ഇതേപോലെ പോകുന്നതാണ് പ്രഗ്നൻസി. ഈ പ്രഗ്നൻസി റിലേറ്റഡ് ഹൈപ്പർ ടെൻഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ, പ്രീക്ലാംസിയ. അതായത് നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയി അതിന് മുമ്പ് നമുക്ക് BP ഇല്ല, പക്ഷേ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു 20 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയി ഡെലിവറി കഴിഞ്ഞിട്ട് 2 ആഴ്ചയുടെ ഉള്ളിൽ BP വന്നിരുന്നു എന്ന് പറയുന്നത് അത് പ്രഗ്നൻസി കാരണം വന്നൊരു BP ആണ്. അത് മിക്കതും നമുക്കിത് കഴിഞ്ഞൊരു 3 മാസത്തിൻ്റെ ഉള്ളിൽ BP നോർമലാവും. അതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇവർക്കും ഭാവിയിൽ BP വരാനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് എന്ന് പറയുന്നത് 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോഴേക്കും ആയിരിക്കും. പക്ഷെ അത് പിന്നെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ BP കൂടി നമുക്ക് ക്രിയാറ്റിൻ കൂടി കഴിയുമ്പോഴേക്കും ആയിരിക്കും അറിയണത്. അപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് BP ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോർമലായി എന്നുള്ളവരും എന്താണെങ്കിലും BP നോക്കണം. BP നോക്കണം. അതായത് ഇവർക്ക് ഭാവിയിൽ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആ സമയത്ത് കിഡ്നിയുടെ തകരാറ് വന്നവരാണെങ്കിൽ എന്തായാലും ക്രിയാറ്റിൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മുമ്പുണ്ടായിരുന്നു, അത് ആ വഴിക്ക് പോയി. ഇപ്പം എല്ലാം നോർമൽ എന്നുള്ളതല്ല, നോർമൽ ആയിരിക്കും, നല്ല ശതമാനം നോർമൽ ആയിരിക്കും. പക്ഷെ വരുന്നുണ്ടോ എന്നുള്ള സാധ്യത നമ്മൾ മോണിറ്റർ ചെയ്യണം. അല്ല, അപ്പോൾ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഷുഗറിനും അത് ഇല്ലേ? ഡയബറ്റിക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് GDM, ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞു. ഇത് ഈ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ്റെ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു 3 ആഴ്ചയുടെ 3 മാസത്തിൻ്റെ ഉള്ളിൽ അത് പക്ക നോർമലാവും. മരുന്നും വേണ്ട, ഒന്നും വേണ്ട. ഡയബറ്റീസിൽ അങ്ങനെ ആവില്ലേ? ഡയബറ്റീസ് കുറച്ചുകൂടി മോണിറ്റർ ചെയ്യും ആൾക്കാർ. ഇത് നോർമൽ ആവാം, അല്ലെങ്കിൽ അത് അങ്ങോട്ട് പോവാം. പക്ഷെ അത് കുറച്ചുകൂടി മോണിറ്റർ ചെയ്യും. പക്ഷെ ഈ BP നോർമൽ ആയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് വിട്ടു. നമ്മൾ എന്തായാലും 3 മാസം കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ തന്നെയും വരണത് തീരെ കുറവ് ആൾക്കാരാണ്. അതായത് ടെസ്റ്റ് അബ്നോർമലായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വരും. പക്ഷെ നോർമൽ ആകുമ്പോൾ നമ്മൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർത്തമാനം വളരെ രസകരമായിരുന്നു. സാധാരണക്കാർക്ക് വരുന്ന കുറേ സംശയങ്ങളാണ് നമ്മൾ ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞത്. അതാണ് കിഡ്നിയുടെ ഇതിൽ നമുക്ക് എന്തായാലും വേണ്ടത്. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ജീവിത ശൈലിയിൽ തന്നെ മാറ്റം വരുത്തണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വ്യക്തികൾ ശ്രദ്ധിക്കണം, ഒപ്പം സമൂഹം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വ്യക്തികൾ അനുഷ്ഠിക്കേണ്ട ചില ശീലങ്ങളുണ്ട്, ചില അരുതായ്മകളുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കൽ. ഇപ്പോൾ കുറേ കാര്യങ്ങൾ 8 റൂളൊക്കെ പറഞ്ഞല്ലോ, അതിൽ പലതും വ്യക്തികൾ ചെയ്യേണ്ടത് തന്നെയാണ്. വെള്ളം കുടിക്കുന്നത്, പുകവലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, വ്യായാമം ചെയ്യേണ്ട ആവശ്യകത, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ സമൂഹവും ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഒരു രോഗം വരുന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അതൊരു സാമൂഹിക ഉൽപ്പന്നമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സമൂഹത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച്, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അത് വ്യക്തികളിൽ പ്രതിഫലിക്കും. ഇപ്പോൾ പറയാന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ രോഗമായിട്ട് മാറിയേക്കാം എന്നാണ് ഒരു കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ പട്ടിണി, ദാരിദ്ര്യം, നിരക്ഷരത, തൊഴിലില്ലായ്മ, വരുമാനമില്ലായ്മ, ഇതൊക്കെ തന്നെ രോഗമായിട്ട് വരാം. ഇപ്പോൾ ഭയങ്കര അത്യുഷ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു, ചൂട് വന്നു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, അത് കിഡ്നി ഡിസീസിലേക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിലെ അന്തരീക്ഷത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ രോഗമായിട്ട്. അതുകൊണ്ട് സമൂഹത്തെ ഒരു ആരോഗ്യപരമായ ഒരു സമൂഹം ഉണ്ടാവുക, നല്ലൊരു പ്രകൃതി, നമ്മൾ ജീവിക്കുന്ന ഭൂമി നന്നായി സംരക്ഷിക്കുക, അവിടെ ഉള്ള എന്താ പറയുക മനുഷ്യൻ്റെ കൈകടത്തലുകൾ കൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ വേസ്റ്റിൻ്റെ കാര്യമായാലും കുടിവെള്ളത്തിൻ്റെ കാര്യം, കുടിവെള്ളം മലിനീകരിക്കുന്നതിൻ്റെ പ്രശ്നമായാലും ഒക്കെ തന്നെ അങ്ങനെയാണല്ലോ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സകല ജീവജാലങ്ങളുടെയും നമ്മുടെ മാത്രം ആരോഗ്യം നോക്കിയാൽ മതിയാവില്ല. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതാണ് ഏക ലോകം ഏക ആരോഗ്യം എന്നുള്ള കാഴ്ചപ്പാട്, വൺ വേൾഡ് വൺ ഹെൽത്ത്. അതിൽ പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി, നമ്മുടെ ആവാസ വ്യവസ്ഥ, നമുക്ക് ചുറ്റുമുള്ള സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും അവരുടെയൊക്കെയും കൂടി ആരോഗ്യം സംരക്ഷിച്ചാലേ നമ്മുടെ ആരോഗ്യമുള്ളൂ. അല്ലാണ്ട് നമുക്ക് മാത്രം ഒരു ആരോഗ്യം, ബാക്കി എല്ലാവരും രോഗാവസ്ഥ എന്നുള്ളത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഈ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ, കുറേ സംശയങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് കൃത്യമായ വ്യക്തമായ ശാസ്ത്രീയമായ മറുപടികൾ ഡോക്ടർ തന്നു. അതിനുവേണ്ടി സമയം കണ്ടെത്തിയതിനും ഞാൻ ഇത്രയും നേരം സംസാരിക്കാൻ തയ്യാറായതിനും മെഡിക്കൽ കോളേജിലെ രോഗികളുടെ ആ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് വന്ന് സംസാരിക്കാൻ തയ്യാറായതിനും വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. താങ്ക് യു സർ.